ഇനിയും ബാക്കി ഇതിലേതാണോ നമുക്ക് എളുപ്പമുള്ളത് അടുത്തതായി എളുപ്പമുള്ളത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം അത് ചെയ്തു തുടങ്ങാവുന്നതാണ്. മുമ്പേ ആദ്യത്തെ ആക്ടിവിറ്റി ചെയ്ത പോലെ തന്നെ രണ്ടാമത്തെ ആക്ടിവിറ്റി ചെയ്യാവുന്നതാണ്. ഓക്കെ, അവിടെ ഓരോന്നും പറഞ്ഞിട്ടുണ്ടാവും. ചോയ്സ് 1ഉം ചോയ്സ് 2 ഉണ്ടാവും. ചോയ്സ് 1ലെ ചോദ്യം വായിച്ച് നോക്കുന്നു. അതിനുശേഷം ചോയ്സ് 2ലെ വായിച്ച് നോക്കുന്നു. ഇനി ചോയ്സ് 1 ആണ് എളുപ്പമെങ്കിൽ ചോയ്സ് 1 സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് എക്സാം കൊടുക്കണം. എങ്കിൽ മാത്രമേ ചോയ്സ് 1 എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ലഭിക്കത്തുള്ളൂ. അത് സെലക്ട് ചെയ്താൽ പിന്നെ ചോയ്സ് 2 എന്നുള്ളത് സെലക്ട് ചെയ്യാനും നമുക്ക് സാധിക്കുന്നതല്ല. അപ്പോൾ ഏതാണോ എന്ന് നമ്മൾ ആദ്യം തന്നെ ഉറപ്പിക്കുക. അതിനുശേഷം ഈ ചോദ്യം ചെയ്തു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്. ആക്ടിവിറ്റി 3 എന്ന് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. ആക്ടിവിറ്റി 4ഉം അതുപോലെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആക്ടിവിറ്റി 5 അവിടെ നമ്മൾ നേരത്തെ എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അതിൽ ജിയോജിബ്രയും കാൽസ്യവും കൂടാണ് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനകത്തുള്ളത്. ചോയ്സ് 2ലും ജികോംബ്രയും അതുപോലെ ഫെറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണുള്ളത്. ഇനിയും ചോയ്സ് 3ൽ സ്റ്റെല്ലേറിയവും മാർബിളും ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതെല്ലാം ചെയ്യുന്നു. അതിനുശേഷമോ അതിന് മുമ്പോ നമുക്ക് ചെയ്യാം. ആക്ടിവിറ്റി 6 സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സ്റ്റാർട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ 5 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണുള്ളത്. മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇത് ഓരോന്നും നമ്മൾ ആൻസർ ചെയ്യുന്നു. സമഗ്ര പ്ലസ് വിഭവ പോർട്ടൽ ഏത് സംവിധാനം ലോഗിൻ ചെയ്യാതെ ലഭിക്കുന്നത്. അത് നമുക്ക് ലേണിംഗ് റൂം എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഫിനിഷ് ആക്ടിവിറ്റി കൊടുക്കുന്നു. യെസ് കൊടുക്കാം. ഓക്കെ, സക്സസ്ഫുള്ളി ഫിനിഷ്ഡ് എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഇത്രയും ആക്ടിവിറ്റി ഇവിടെ ചെയ്യാനുണ്ട്. ആക്ടിവിറ്റി 2ഉം ആക്ടിവിറ്റി 3ഉം ആക്ടിവിറ്റി 4ഉം ആക്ടിവിറ്റി 5. അതിൽ ഓരോന്നും ചെയ്തതിന് ശേഷമേ നമുക്ക് ഫിനിഷ് എക്സാം കൊടുക്കുള്ളൂ. ഞാനിവിടെ ഫിനിഷ് എക്സാം ഇപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ആർ യു ഷുവർ ടു കണ്ടിന്യൂ എന്ന് ചോദിക്കുന്നു. അപ്പോൾ യെസ് എന്ന് കൊടുത്താൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മളോട് പറയുന്നു പ്രാക്ടിക്കൽ എക്സാം സ്റ്റാറ്റസ് 4 ആക്ടിവിറ്റി ഇൻ പ്രാക്ടിക്കൽ എക്സാം നോട്ട് കംപ്ലീറ്റഡ്. ഡു യു വാണ്ട് ടു ഫിനിഷ് ദി എക്സാം? അപ്പോൾ 4 കൂടെ നിങ്ങൾക്ക് ഇനിയും കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. നിങ്ങൾ ഇനിയും എന്നിട്ടും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഇത് ക്ലോസ് ചെയ്യാനെന്ന് ചോദിക്കുന്നു. അപ്പോൾ യെസ് കൊടുത്താൽ നമുക്ക് വെളിയിലേക്ക് പോകാം. നോ കൊടുത്താൽ തിരിച്ച് ഈ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നമുക്ക് തിരിച്ചു പോകാം. നമ്മൾ അറിയാതെ വല്ലതും ഫിനിഷ് എക്സാം കൊടുത്താൽ ഈ രീതിയിൽ 2 പ്രാവശ്യം ചെക്ക് ചെയ്തതിന് ശേഷമേ എക്സാം ക്ലോസ് ആകത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടും ഞാനിവിടെ യെസ് കൊടുത്തു. ഇവിടെ വീണ്ടും അതായത് മെൻറ്റർ അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വലോട് ചോദിക്കുന്നുണ്ട് 4 ഗ്രൂപ്പ്സ് ഇൻ പ്രാക്ടിക്കൽ എക്സാം നോട്ട് കംപ്ലീറ്റഡ്. ഡു യു വാണ്ട് ടു ഫിനിഷ് എക്സാം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇൻവിജിലേറ്ററിനും ഇത് ചെയ്യാം. എന്ത് ചെയ്യാം? അവരെ കൊണ്ട് പരീക്ഷ ഇനിയും സമയം ബാക്കിയുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സമയം ബാക്കിയുണ്ടെങ്കിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്യാൻസൽ കൊടുക്കാം. അപ്പോൾ ആ കാൻഡിഡേറ്റിന് വീണ്ടും ആ ബാക്കിയുള്ള ചെയ്യാനുള്ള ആ എക്സാം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ പറയുന്ന സ്കിൽ ടെസ്റ്റിനെ സമീപിക്കേണ്ടത്. സ്കിൽ ടെസ്റ്റിൻ്റെ ഓരോ 5 പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിൽ ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക. അതിനകത്ത് ഏത് ചോയ്സാണോ നിങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമായതുള്ളത് അത് സെലക്ട് ചെയ്യുക. സ്റ്റാർട്ട് എക്സാം കൊടുത്ത് അത് തുടങ്ങുക. അതിനാവശ്യമായിട്ടുള്ള ആ ആക്ടിവിറ്റി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് കൂൾ ഡോക്യുമെൻറ്റ്സിലായിരിക്കും. ചിത്രങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് കൂൾ ഇമേജസ് എന്നുള്ള ഫോൾഡറിലായിരിക്കും ഉണ്ടാവുക. ഇതെല്ലാം ചെയ്തതിന് ശേഷമുള്ള പ്രൊഡക്റ്റ് ഹോമിലുള്ള നിങ്ങളുടെ ഫോൾഡർ എന്ന് പറയുന്നു. ആ ഫോൾഡർ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _cool files എന്നുള്ള പേരിലുള്ള ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ 4 ആക്ടിവിറ്റി വരെ ചെയ്തു. ഞാനത് പെട്ടെന്ന് ചെയ്താണ്. അതിനുശേഷം ഫിനിഷ് എക്സാം കൊടുത്തു. ആർ യു ഷുവർ
ടു കണ്ടിന്യൂ. അല്ലാതെ തന്നെ നമുക്ക് ഈ ടൈം ഇവിടെ തീർന്നാൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ക്ലോസ് ആവുന്നതാണ്. അതിനുശേഷം ഞാനിവിടെ ഒന്ന് സേവ് ചെയ്യുന്നു. ഞാനൊന്ന് ഇതിനെ ഒന്ന് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ കൊടുക്കാം. ഇത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇൻവിജിലേറ്ററിന് സ്കോർ ഇടാനുള്ള ആ ഒരു ടേബിൾ വരുന്ന ഫീൽഡ് ലഭിക്കുന്നതാണ്. അവിടെ ഓരോ ക്വസ്റ്റ്യനും അതിനുള്ള സ്കോറിംഗ് ഇൻഡിക്കേറ്റേഴ്സ് നൽകിയിട്ടുണ്ട്. ആ പ്രൊഡക്റ്റിനെ ഈ രീതിയിലാണ് വാല്യൂ ചെയ്യുന്നത്. അതിന് നമുക്ക് ഓരോ സ്കോർ, ഇപ്പം ഈ 3 എത്ര സ്കോർ ലഭിക്കുന്നത്, ഒന്നാമത്തെ സെല്ലിനകത്ത് കൊടുക്കുന്നു, രണ്ടാമത്തെ സെല്ലിന് അടുത്തത് കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് എല്ലാം ഈ സ്കോറിംഗ് ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് ആവശ്യമായ സ്കോർ നൽകി അത് ഫില്ല് ചെയ്യുക. ഇപ്പോൾ ഇവിടെ 5ാമത്തെ ഗ്രൂപ്പ് നോക്കുക. ഇവിടെ നമുക്ക് ഇത് ആക്റ്റീവ് അല്ല, കാരണം നമ്മളത് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഒരു കാൻഡിഡേറ്റ് അത് അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ, ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ അതിലെ ആവശ്യമായ സ്കോർ നൽകാനായിട്ട് ഇൻവിജിലേറ്റർക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആക്ടിവിറ്റി അറ്റൻഡ് ചെയ്യണം. എല്ലാ ചോദ്യങ്ങളും സമയം ക്രമീകരിച്ച് അറ്റൻഡ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും കൂടുതൽ സമയം കളയാതെ ആവശ്യമായ സമയത്തിനുള്ളിൽ തന്നെ ഇതിനെ ടോട്ടൽ സമയത്തിനെ ഡിവൈഡ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യനും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യന് മാത്രമേ ഇൻവിജിലേറ്ററിന് സ്കോർ ഇടാൻ സാധിക്കൂ എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സ്കോറിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് മാത്രമേ അതിനുള്ള സ്കോർ നൽകാനും സാധിക്കുന്നു. നമ്മളെ പ്രോഡക്റ്റ് വെരിഫൈ ചെയ്ത് ഈ സ്കോറിംഗ് ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ് അതിന് വാല്യൂ ചെയ്യുന്നതും. ഈ രീതിയിൽ സ്കിൽ ടെസ്റ്റിനെ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം. എന്നാൽ ഗൗരവത്തോടെ തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു.